പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത്. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ ഇങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും. അതൊരു എന്താ പറയുക, ശൂന്യമായ മനസ്സോട് പറയുന്നത് സിനിമയ്ക്ക് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ ഒക്കെയല്ലേ, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. എനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് ഇങ്ങനെ ടിടിക്ക് വല്ല പിടിയുണ്ട് ഇല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വരണം. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക, ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ? സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ്. ഒരു കാലം കുറച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാൻ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യ കാര്യങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയല്ലേ, അത് പല ഹോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മകലെടുത്തു. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം. വേണ്ടേ? സിനിമയിൽ ആ കഥാപാത്രത്തിനൊരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. അത് പക്ഷേ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ ഉണ്ട് കഥാപാത്രങ്ങൾ. അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകൻ. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനമാണ്. താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോൾ താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതെങ്ങനെയാണ് തുടർന്നു പോകുന്നത്? ഈ നമ്മൾ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നത് അതൊരു പരീക്ഷണമാണ്. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിന് ഞാൻ സമ്മതം കൊണ്ടെന്ന് മാത്രം. എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല.